ഇനി ചികിത്സയിലേക്ക് വരുമ്പോൾ എങ്ങനെ ആണ് ചികിത്സിക്കുന്നത് നോക്കാം. ഇവിടെ ആരോഗ്യ മന്ത്രയിൽ ആയുർവേദവും യോഗയും നാച്ചുറോപ്പതിയും മൂന്നും കൂടെ ഇൻറ്റഗ്രേറ്റഡ് ആയിട്ടാണ് നമ്മൾ ചികിത്സ ചെയ്യുന്നത്. ആയുർവേദത്തിലേക്ക് വരുമ്പോൾ റെജിനുവേഷൻ എന്നുള്ള ഒരു പെർസ്പെക്റ്റീവിൽ അവരുടെ സ്റ്റിഫ്നെസ് മാറുവാനും ഞരമ്പ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്കും ഒപ്പം സെൻസേഷൻ വളരെ കുറവുള്ള സാഹചര്യമായതുകൊണ്ട് ഉദ്വർത്തനം, അതായത് പൊടിയിട്ട് തിരുമുക, തൈലം ഉപയോഗിച്ച് അഭ്യംഗം ചെയ്യുക, അതാത് അസുഖം അനുസരിച്ച് കിഴികൾ, അത് രൂക്ഷമായിട്ടുള്ളതും അതുപോലെ തന്നെ തൈലം ചേർന്നിട്ടുള്ള കിഴികൾ ചെയ്യുക, അതുപോലെ തന്നെ കഷായധാരകൾ എന്നിവ ചെയ്യുന്നത് മൂലം അവരുടെ പേശികൾക്കൊക്കെ മൃദുലത വരികയും ഒപ്പം ബ്ലഡ് സർക്കുലേഷൻ കൂടുതലായിട്ട് ആക്ടിവേഷൻ നടക്കുന്നതായിട്ടും കാണും. ഇനി രണ്ടാമതായി നാച്ചുറോപ്പതിയിലേക്ക് വരുമ്പോൾ കൃത്യമായിട്ടുള്ള ഡയറ്റ് മോഡ്യൂളാണ് നമ്മളിവിടെ പെർസ്പെക്റ്റീവായിട്ട് നൽകുന്നത്. പ്രധാനമായിട്ടും അവരുടെ എത്ര സമയങ്ങളിൽ കഴിക്കണമെന്നും ഏത് തരത്തിലുള്ള ആഹാരങ്ങളാണ് കൂടുതലായിട്ടും കഴിക്കേണ്ടതും, പ്രത്യേകിച്ചും പച്ചക്കറികൾ ധാരാളമായിട്ട് കഴിക്കുക, ഇലവർഗ്ഗങ്ങൾ കൂടുതലായിട്ട് കഴിക്കുക, ദിവസവും അവരുടെ മോഷൻ ബൗവൽ മൂവ്മെൻറ്റ്സ് കൃത്യമായിട്ടും ഉണ്ടായി കോൺസ്റ്റിപ്പേഷൻ ഒന്നും ഉണ്ടാകാത്ത സാഹചര്യത്തിലുള്ള വെജിറ്റേറിയൻ ഡയറ്റാണ് കൂടുതലായിട്ടും പ്രിഫർ ചെയ്യുന്നത്. അതുപോലെ തന്നെ നാച്ചുറോപ്പതിയിൽ ഹൈഡ്രോതെറാപ്പി ട്രീറ്റ്മെൻറ്റ്സും ഇവരെ നിർദ്ദേശിക്കുന്നതാണ്. മൂന്നാമതായി വരുമ്പോൾ യോഗയിലേക്ക് വരുമ്പോൾ പ്രത്യേകിച്ചും ഈ ജിറിയാട്രിക് വിഭാഗത്തിലുള്ള ആളുകൾ എനിക്ക് യോഗ ചെയ്യാൻ പറ്റുമോ എന്നുള്ള ചോദ്യം എപ്പോഴും നമ്മുടെ ഇടയിലുണ്ടാവും. തീർച്ചയായിട്ടും യോഗയുടെ വളരെയധികം ബെനിഫിഷ്യൽ ആയിട്ടുള്ള റിസൾട്ടുകൾ കിട്ടുന്നത് ഈ ഒരു വയോജനങ്ങളുടെ പ്രായത്തിലാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പ്രത്യേകിച്ചും അവരുടെ ബോൺസ് സ്ട്രെങ്തൻ ചെയ്യുവാനും ഒപ്പം അവരുടെ പേശികളെ സ്ട്രെങ്തൻ ചെയ്യുവാനും സ്ലീപ്പ് ഡിസോർഡേഴ്സ്, ഉറക്കമില്ലായ്മയൊക്കെ കൂടുതലായിട്ട് അനുഭവപ്പെടുന്നുണ്ട്. അതിൽ പ്രാണായാമം, മെഡിറ്റേഷൻ എന്നീ സ്ഥലങ്ങൾ ഉപയോഗിച്ച് കൃത്യമായിട്ടും ആസനാസ്, ഒരു കൃത്യമായിട്ടുള്ള സർട്ടിഫൈഡ് ആയിട്ടുള്ള യോഗ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ നിർദ്ദേശപ്രകാരം തന്നെയാണ് ഇവർക്ക് യോഗയുടെ പെർസ്പെക്റ്റീവും നമ്മൾ മനസ്സിലാക്കി കൊടുക്കുന്നത്. അങ്ങനെ മൂന്നും കൂടെ ഇൻറ്റഗ്രേറ്റഡ് ആയിട്ട് ഉള്ള ചികിത്സാ രീതിയാണ് ഇവിടെ ആരോഗ്യ മന്ത്രയിൽ ഉള്ളത്. അതുപോലെ നല്ലൊരു സെക്കൻഡ് ചൈൽഡ്ഹുഡ് എന്നറിയപ്പെടുന്ന വയോജന കാലഘട്ടം നിങ്ങൾക്ക് ലഭിക്കും. അതിനായി ആരോഗ്യ മന്ത്രയിൽ നിങ്ങൾക്ക് വരാം. താങ്ക് യു.